നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെന്താ ഉവ പറഞ്ഞു, കണ്ടീഷൻ ഓക്കെ എന്നാ പറഞ്ഞത്. അത് അയാളുടെ തനി സ്വഭാവം മനസ്സിലാക്കുന്നതിന് മുമ്പ്, കണ്ടീഷൻ അറിയുന്നതിന് മുമ്പ്. ഇപ്പൊ മനസ്സിലായി, ആറ് പിശിക്കൻ, സെൽഫിഷ് ഫെലോ, ഓർത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. ആരാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ദൈവം പറഞ്ഞയച്ചതുപോലെ ഒരാള്, ആ മനുഷ്യന്റെ സ്വന്തം പെങ്ങൾ. നേരത്തെ അമ്മ വന്ന് പറഞ്ഞില്ലേ പെങ്ങന്മാര് കാത്തു നിൽക്കുന്നെന്ന്, അവരാണോ? അല്ലല്ല, അത് രണ്ട് ബുദ്ധൂസുകളാ. അത് കഴിഞ്ഞ അയാളുടെ ചെറിയമ്മയുടെ മകള് വന്നു, ഒരു മിടുക്കി കുട്ടി. അവളെ പറഞ്ഞത് മുഴുവൻ ചരിത്രവും. എന്തോ എന്റെ ഒരു ഭാഗ്യം. സ്വന്തം പെങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റാത്തവനാണെങ്കിൽ ഏതൊരു പെണ്ണ് അയാളുടെ കൂടെ പൊറുക്കാൻ തയ്യാറാവുക? ആരും തയ്യാറാവില്ല, അത് ഉറപ്പാ. അത് തന്നെയാ ഞാനും അയാളോട് പറഞ്ഞത്. മിക്സി മുതൽ TV വരെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്ന അയാള് ഒരു സെക്കൻഡ് ഹാൻഡ് ഭാര്യ കണ്ടുപിടിച്ചോട്ടേന്ന്. എനിക്കൊന്ന് കാണണല്ലോ അയാളെ, ആ വഷളനെ. എന്തിന്? ഇത്തരം നീചന്മാരെ നേരിട്ട് കണ്ട ആ ദിവസം പോക്ക. അങ്ങനെയല്ല മീര, ഇത്തരം ആൾക്കാരെ കണ്ടുവച്ചാ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ വാ. ഹരിയേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാല് എനിക്ക് വലിയ വിഷമമുണ്ട്. മൈ കണ്ടോളൻസ്. മോൻ പോയി വണ്ടി കയറ. ഇല്ല, നിങ്ങൾ പൊയ്ക്കോ. വാ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നോളാം. സമ്മതിച്ചു മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചു. ആ കുട്ടി പറഞ്ഞ ഫോൺ കോളിനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരൊക്കെ എങ്ങനെയൊക്കെ തടുക്കാനും മുടക്കാനും ശ്രമിച്ചാലും ഹരിയുടെ വിവാഹം ഞാൻ നടത്തി കൊടുത്തിരിക്കും, അത് ഉറപ്പാ. ആ പെണ്ണ് പറഞ്ഞ ഫോൺ കോൾ, നിന്നെ പറ്റി കുറ്റം പറഞ്ഞ ഫോൺ കോൾ, അതെവിടെ നിന്നായിരിക്കും ഹരി? പറഞ്ഞതാരാന്നോ എവിടുന്നാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആർത്തിപ്പിശാചിനെ ലോകത്ത് ഒരു പെണ്ണും ഇഷ്ടപ്പെടത്തില്ല, കല്യാണം കഴിക്കത്തുമില്ല, ഉറപ്പാ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന പെൺകുട്ടി നിങ്ങൾ വേണ്ടാന്ന് പറയും. 3 തരം ഉറപ്പ്. ഇതേ എന്റെ വാക്കാ.